ഒരു മുങ്ങിക്കപ്പലിന് അല്ലെങ്കിൽ ഒരു അന്തർവാഹിനിക്ക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മാക്സിമം എത്ര കടന്നു ചെല്ലാൻ പറ്റുമെന്ന് അറിയും? വെറും 2460 അടി മാത്രമാണ് സമുദ്രനിരപ്പിൽ നിന്ന് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് പോകാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് കൂടുതലായിട്ട് അത് ഇറങ്ങി പോവുകയാണെങ്കിൽ എക്സ്പ്ലോഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമുദ്രനിരപ്പിൽ നിന്ന് ഓക്സിജന്റെ സഹായമില്ലാതെ മാക്സിമം ഒരു 1 കിലോമീറ്റർ ആഴം വരെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെയുള്ള ഒരു പ്രഷർ കാരണം കൊണ്ട് തന്നെ മനുഷ്യന് അവിടെ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഒരു 330 ഫീറ്റ് വരെയാണ് പോകാൻ പറ്റുള്ളൂ. സോ ഈ കണക്കുകളൊക്കെ മാറ്റിമറിച്ച രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളുടെ പേര് അഹമ്മദ് ഗബ്ബർ എന്നാണ് ആളുടെ പേര്. ആൾ എത്ര ദൂരമാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴേക്ക് പോയെന്ന് നോക്കുകയാണെങ്കിൽ 1089 അടി താഴങ്ങളിലേക്ക് പോയി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. മറ്റൊരു ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർബർട്ട് നിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പോയത് 702 അടി താഴങ്ങളിലേക്കാണ്. സോ അത്രയ്ക്ക് റിസ്ക് എടുത്ത് പോയി വീണ്ടും തിരിച്ചെത്തിയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ടുപേരാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സ്ഥലമാണ് മരിയാന ട്രെഞ്ച്. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മനുഷ്യന്മാർ പോയിട്ടുണ്ട്. റോബോട്ടിക് ഒരു യന്ത്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്, വെസലിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആ ഒരു മരിയാന ട്രെഞ്ചിലേക്ക് പോയത്. ആരാ പോയതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റാനിക്കിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജെയിംസ് കാമറൂഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് അവിടെ നടന്നിരുന്ന ഒരു ഡീപ് സീ ചലഞ്ച് എന്ന് പറയുന്ന ഒരു ചലഞ്ചിൽ അദ്ദേഹം പങ്കെടുത്ത് ഏകദേശം അദ്ദേഹം പോയത് 35,761 അടി ആഴങ്ങളിലേക്ക് അദ്ദേഹം പോയി. ആ ഒരു സ്ഥലത്ത് സൂര്യപ്രകാശം എന്നുള്ളൊരു കാര്യം ഇല്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടെ കുറച്ചും കൂടി താഴേക്ക് പോയിരുന്നെങ്കിൽ മേ ബി ഒരു പക്ഷേ ആ ഒരു റോബോട്ടിക് യന്ത്രം എക്സ്പ്ലോഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു സ്ഥലത്ത് ഈ ഒരു ഭാഗത്തേക്ക് സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ അവിടെയുള്ള ഒരു പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ ആ മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് യന്ത്രങ്ങൾക്കോ കടന്നു ചെല്ലാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും സമുദ്രത്തിന്റെ ആഴം എന്ന് പറയുന്നത് 36,000 ഫീറ്റ് ആണോ എന്നുള്ളൊരു കാര്യം തോന്നും. എന്നാൽ അതല്ല, നമ്മൾ എത്തിപ്പെട്ട സ്ഥലം അത്രയാണ്. അതിനും താഴേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. സയന്റിസ്റ്റുകൾക്ക് ഇപ്പോഴും സമുദ്രത്തിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആഴം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സൂര്യപ്രകാശം ഉണ്ടാവില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യാസമുള്ള പ്രഷർ ആയിരിക്കും. അത് മനുഷ്യനെ കൊണ്ടോ മറ്റ് യന്ത്രങ്ങളെ കൊണ്ടോ സിഗ്നൽ കൊണ്ടോ കടന്നു പോകാനായിട്ടോ അല്ലെങ്കിൽ അതിജീവിക്കാനായിട്ടോ സാധിക്കാത്ത അവസ്ഥയിലുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡീപ് സീയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ. സോ എത്രയാണ് കടലിന്റെ ആഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മളുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴും അത് ഉള്ളത്. ബഹിരാകാശത്ത് നിന്ന് നമ്മൾ ഭൂമിയെ നോക്കുകയാണെങ്കിൽ ഭൂമി ഒരു ബ്ലൂ കളറായിട്ടായിരിക്കും കാണുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഒരു 70% ഈ കടലായതുകൊണ്ടാണ് ആ ഒരു ബ്ലൂ കളർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് മറ്റൊരു പേരുണ്ട്, ബ്ലൂ പ്ലാനറ്റ് എന്നും ഭൂമിയെ വിളിക്കുന്നുണ്ട്. ഈ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ 70% കടലാണെന്നുള്ളത്. ഈ 5% മാത്രമാണ് ഇതുവരെ നമ്മൾക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ നമ്മുടെ സമുദ്രങ്ങളെ പറ്റിയിട്ട്. ബാക്കിയുള്ള 65% ഇപ്പോഴും നിഗൂഢതകൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ ജെയിംസ് കാമറൂൺ ഏകദേശം 35,761 ഫീറ്റ് അടിയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ മരിയാന ട്രെഞ്ചിന്റെ ആ ഭാഗത്ത്. എന്നാൽ 1960 കാലഘട്ടങ്ങളിൽ രണ്ട് സയന്റിസ്റ്റുകൾ പോയിട്ടുണ്ട്. ജാക്സ് പിക്കാർഡ് എന്ന് പറയുന്നതും ഡോൺ വാൾഷ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ മരിയാന ട്രെഞ്ചിന്റെ ആഴങ്ങളിലേക്ക് ഏകദേശം 36,000 അടി പോയി വന്നിട്ടുണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയ്ക്ക് ആഴങ്ങളിലേക്ക് 36,000 അടി ആഴങ്ങളിലേക്ക് പോയി വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് സമുദ്രത്തിൽ മനുഷ്യൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആഴം എന്ന് പറയുന്നത്. സോ ഇനിയും അതിൽ നിന്ന് ഒരുപാട് ദൂരം പോകാനുണ്ട്. പക്ഷെ പോയി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു റിട്ടേൺ ആകില്ല എന്നുള്ളൊരു ഭയം കൊണ്ടും സംശയം കൊണ്ടും തന്നെയാണ് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സമുദ്രനിരപ്പിൽ നിന്ന് വരാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെ വരെ നമുക്ക് നീന്തി പോകാനായിട്ട് സാധിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിന്റെ അടിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിജൻ സിലിണ്ടർ വേണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ വെയിലൊക്കെ ഉണ്ടല്ലോ, ഏതൊരു ആഴത്തിലാണ് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1148 ഫീറ്റ് മുതൽ 1640 ഫീറ്റിന്റെ ഇടയിലാണ് ഈ ബ്ലൂ വെയിൽ ഉണ്ടാകുക. അതിന്റെ താഴേക്ക് പോവുകയാണെങ്കിൽ അവയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ ബ്ലൂ വെയിലിന്റെ താഴെയായിട്ടാണ് നമ്മുടെ അന്തർവാഹിനി കപ്പലുകൾ ഉണ്ടാകുക. 2460 ഫീറ്റ് ആ റേഞ്ചിലാണ് അന്തർവാഹിനി കപ്പലുകൾ ഉണ്ടാകുക. അതിന്റെ താഴേക്ക് പോവുകയാണെങ്കിൽ അത് എക്സ്പ്ലോഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം അങ്ങോട്ട് കടക്കുകയില്ല, അങ്ങോട്ട് ആ ഒരു 2460 വരികയില്ല. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത്രയ്ക്കും കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു യന്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ മനുഷ്യനോ അവിടെ അതിജീവിക്കുക എന്ന് പറയുന്നത് സാഹസികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം ഇനിയും ഒരു 200 അടി താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് നമ്മുടെ സമുദ്രത്തിലെ അഗ്നിപർവ്വതങ്ങൾ കാണാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് അക്വാറ്റിക് ഓർഗാനിസംസ് ആ ഒരു സ്ഥലത്തുള്ളതായിട്ട് കാണാൻ പറ്റും. ഒരു 7400 അടി താഴെ എത്തുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ജൈജാന്റിക് ആയിട്ടുള്ള ഒരുപാട് ജീവികൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കൊളോസിയൽ സ്ക്വിഡ്
എന്ന് പറയുന്ന ഒരു ജീവി, ഇതിൻ്റെ ഒരു ഫീറ്റ്, ഇതിൻ്റെ ഒരു നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 അടി അതിൻ്റെ ഒരു നീളം ഉണ്ടാവും. സോ ഇതേപോലത്തെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസംസ് അല്ലെങ്കിൽ മീനുകൾ നമ്മുടെ കടലിൻ്റെ അടിയിലുണ്ട്. ഈ 36,000 അടി എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ നമ്മുടെ ഗൂഗിളിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി എത്ര അടിയാണ് എത്ര കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം. ഏകദേശം 36,000 അടി എന്ന് പറയുമ്പോൾ ഒരു 10 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. 10 കിലോമീറ്റർ ആഴുണ്ട് കേട്ടോ, അതിന് താഴത്തേക്കും ഉണ്ട്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എവറസ്റ്റ് ഉണ്ടല്ലോ, എവറസ്റ്റ് ഒന്ന് സമുദ്രനിരപ്പിൽ നിന്ന് തല കീഴെ അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ അവിടെ നിന്നും ആ എവറസ്റ്റിൻ്റെ അടിയിൽ നിന്നും വീണ്ടും ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ ഒരു ആഴത്തിലേക്ക് എത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആഴുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അഡ്വാൻസ്ഡ് മെഷീൻ ടെക്നോളജി വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ള നിഗമനങ്ങളും അവരുടേതായിട്ടുള്ള പഠനങ്ങളുമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രജ്ഞന്മാർ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒന്ന് എന്താ പറയുക വണ്ടറാകുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമുദ്രങ്ങൾക്കടിയിൽ ഒരുപാട് പുഴകൾ ഉണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പെയ്യുന്ന മഴയൊക്കെ നമ്മുടെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി അത് നമ്മൾ ബോർവെൽ വഴിയായിട്ട് നമ്മൾ കുടിക്കാനെടുക്കുന്നു. പക്ഷേ നമ്മൾ മനുഷ്യരാശി ഉണ്ടാകുന്നതിനായിട്ടും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് മഴ പെയ്തിരുന്നു. ആ മഴകളൊക്കെ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഴകളൊക്കെ നമ്മുടെ ഈ സമുദ്രത്തിനടിയിൽ ഓരോ പുഴകളായിട്ട് ആണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലുള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടാനുകൂടി വർഷങ്ങൾക്ക് മുൻപ് പെയ്ത് രൂപപ്പെട്ട ആ മഴകളിലൂടെ രൂപപ്പെട്ട പുഴകളാണ് ഇപ്പം നമ്മുടെ സമുദ്രങ്ങൾക്കടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇതൊക്കെ വിശ്വസിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആണെന്ന് എനിക്കറിയാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് 2 ഉദാഹരണം കാണാം. ഗൾഫ് ഓഫ് മെക്സിക്കോ ഉണ്ടല്ലോ, ആ ഒരു സമുദ്രത്തിനടിയിൽ 115 അടി താഴെ സിനോട്ട് ഏഞ്ചലിറ്റ എന്ന് പറയുന്ന ഒരു റിവർ ഒഴുകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സീ ഉണ്ടല്ലോ, ബ്ലാക്ക് സീക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 100 അടി താഴെ 6th ബിഗ്ഗസ്റ്റ് അണ്ടർ വാട്ടർ റിവർ പോകുന്നുണ്ട്. സോ ഇതേപോലത്തെ 2 എക്സാമ്പിളുകൾ നമ്മുടെ സയന്റിസ്റ്റുകൾ ഇത് മാത്രമല്ല ഒരുപാട് റിവറുകൾ പോകുന്നുണ്ട് എന്നുള്ള എക്സാമ്പിളുകളും അവർ നൽകുന്നുണ്ട്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ റിവർ വാട്ടറും ഈ സമുദ്രത്തിലെ വാട്ടറും തമ്മിൽ മിക്സ് ആകാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, എന്തിൻ്റെ ബേസിലാണ് അങ്ങനെ സംഭവിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സമുദ്ര വാട്ടറിൻ്റെ ആ ഒരു ഡെൻസിറ്റി ഉണ്ടല്ലോ അത് നമ്മുടെ പുഴയിലെ വെള്ളത്തിനാണ് ഡെൻസിറ്റി കൂടുതലാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷനും ഇതിന് സഹായിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ് അല്ലെങ്കിൽ ചൂട് കുറഞ്ഞ് തണുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തും. സോ അവിടെ ഒരു കറണ്ട് പോലത്തെ ഒരു സംഭവം ഫോം ആയിട്ട് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിവറുകൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കടലിനടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് സ്ട്രീം റിവർ എന്ന് പറയുന്ന ഒരു നദിയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സമുദ്രത്തിന് അടിയിൽക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ബ്ലൂ കളറാണ് ഈ ഒരു റിവർ. അതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റലൈറ്റിന്റെ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു റിവറിനെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് കാണാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നിന്ന് കുറച്ച് ചെറിയൊരു നോളേജ് നമ്മുടെ സമുദ്രത്തിന്റെ അടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ അടിയിലാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.